എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ. മാനസിക രീതികൾ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും കൺട്രോൾ ചെയ്യുന്ന ആ രീതിയിലല്ല. പിന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ എന്നൊരു ചോദ്യം വേറെയുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആവശ്യം തൽക്കാലം മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊന്നുമില്ലാതെ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ചിന്തകളില്ലാതെ മനസ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ അഞ്ച് പ്രധാനപ്പെട്ട സ്റ്റെപ്സാണ് നമുക്കിതിൽ പറയാനുള്ളത്. മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇതിൽ CBT രീതികളുണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു 5 മെത്തേഡാണ് ഞാനിതിൽ പറയുന്നത്. ഇത് തുടർച്ചയായി ചെയ്യേണ്ടതാണ്. 5 രീതികളും ഉപയോഗപ്പെടുത്തണം. ഏതെങ്കിലും ഒന്ന് മാത്രമായാൽ ശരിയാവില്ല. അതുകൊണ്ട് 5 രീതികളും ഉപയോഗപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. മനസ്സ് നമ്മുടെ സെർവൻ്റായിരുന്നാൽ നമുക്കത് എല്ലാ ഗുണങ്ങളും ചെയ്യും. മനസ്സൊരിക്കലും നമ്മുടെ മുതലാളി ആവരുത്, മാസ്റ്റർ ആവരുത്. മനസ്സ് നമ്മുടെ അടിമയായിരിക്കണം എന്നർത്ഥം. അങ്ങനെ വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലായ്പ്പോഴും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ഈ മനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, മനസ്സിലെ ചിന്തകൾ വരുമ്പോൾ, മനസ്സിൽ വിഷമങ്ങൾ വരുമ്പോൾ, പേടികൾ വരുമ്പോൾ, ടെൻഷനുകൾ വരുമ്പോൾ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 5 ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അതിന് കിട്ടുന്ന മറുപടികൾ ഡയറിയിൽ എഴുതി വയ്ക്കുക. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും എഴുതി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഗുണം ലഭിക്കും. ഒന്നാമത്തെ രീതി: ഏതൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ സമാധാനത്തെ എടുത്തു മാറ്റുന്നത്? എൻ്റെ സമാധാനം നശിപ്പിക്കുന്ന ചിന്തകൾ ഏതൊക്കെയാണ്? ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സാധാരണഗതിയിൽ ഏതൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ നിന്നും സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? പൈസയില്ല എന്നുള്ള ചിന്തയായിരിക്കാം, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കാം, കുട്ടികളെക്കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കാം. ഒരുപാട് ചിന്തകളുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ളത് ഡയറിയിൽ അക്കമിട്ട് എഴുതി വയ്ക്കുക. രണ്ടാമത്, ചിന്തകൾ വരുമ്പോൾ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് എഴുതി വയ്ക്കുക. അത് എന്താണ് ചിന്തിക്കുന്നത്? മക്കളുടെ കാര്യമാണെങ്കിൽ മക്കൾക്ക് ജോലി കിട്ടുമോ എന്നാണ് ചിന്തിക്കുന്നത്. മക്കളെ ഞാൻ നല്ല രീതിയിൽ വളർത്തിയോ എന്നായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലാണെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും? എത്ര ദിവസം കഴിഞ്ഞാൽ എൻ്റെ കടബാധ്യതകൾ തീരും? അങ്ങനെയുള്ള ചോദ്യങ്ങളാവാം. എന്ത് ചോദ്യങ്ങളാണെങ്കിലും എന്തിനെക്കുറിച്ചാണോ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അത് ഡയറിയിൽ എഴുതി വയ്ക്കുക. മൂന്നാമത്, ഈ ചിന്താരീതി, രണ്ടാമത്തെ പോയിന്റിൽ എഴുതിയ ചിന്താരീതി, ഒന്നാമത്തെ പോയിന്റിൽ എഴുതിയ എൻ്റെ വിഷമങ്ങൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന രീതി എന്താണോ അത് എനിക്ക് ശരിയാണോ? അതെനിക്ക് ഗുണകരമാണോ? അതെനിക്ക് സഹായകരമാണോ? ആണെങ്കിൽ എങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ എന്ന് ഡയറിയിൽ എഴുതി വയ്ക്കുക. നാലാമത്തെ പോയിന്റ്, ഈ 1, 2, 3 പോയിന്റുകൾ എഴുതിയതിന് ശേഷം നാലാമത്തെ പോയിന്റായിട്ട് ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പെർഫെക്റ്റായ കാര്യം എന്താണ്? ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പൈസയുടെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരു പക്ഷേ ഭാവിക്ക് വേണ്ടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക, എല്ലാം ശരിയാകും. അതല്ലെങ്കിൽ നാളെ കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാതിരിക്കുക. ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? തൽക്കാലം ചിന്തിക്കാതിരിക്കാൻ കഴിയും, അത്രയേ ഉള്ളൂ. അതല്ല, ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയി പൈസ അറേഞ്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മളത് എഴുതിയിട്ട് അങ്ങനെ ചെയ്യുന്നു. ഇത് നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ്, ഈ 4 പോയിന്റിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഗുണകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ആ ഗുണകരമായ കാര്യങ്ങളെ ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ഗുണം ഭാവിയിൽ എനിക്ക് എന്ത് ഗുണമുണ്ടാകും എന്നുള്ളതും ഡയറിയിൽ എഴുതി വയ്ക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ഡയറിയിൽ എഴുതുകയാണെങ്കിൽ ഏത് ചിന്തകളുമായിക്കോട്ടെ, എത്ര മാനസിക സമ്മർദ്ദം, എത്ര ടെൻഷൻ ഉണ്ടാക്കുന്ന ചിന്തകളാണെങ്കിലും ഈ 5 കാര്യങ്ങൾ ആ ഓരോ ചിന്തകളെയും അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഈ ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാത്ത തരത്തിൽ മാറും. സാഹചര്യം മാറും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്.
സാഹചര്യം ഒരുപക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇത് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതികൾ മാറും. കൂടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് ഇതിൽ ഗുണമുണ്ടാകും എന്ന് കരുതരുത്. കുറച്ച് സമയമെടുക്കും. പ്രാക്ടീസ്, നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണമുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.